നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഈ വീഡിയോയിലൂടെ നമുക്ക് ATM കൗണ്ടറിൽ പോയി എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കും അനായാസമായി എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും ഇത് വിഡ്രോ ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ATM കൗണ്ടറിൽ പോയതിന് ശേഷം നമുക്ക് ATM കാർഡ് അവിടെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ തെളിഞ്ഞു വരുന്നതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ബാങ്കിങ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബാങ്കിങ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളോട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ പിൻ നമ്പർ എത്രയാണ്, അത് എൻ്റർ ചെയ്യാൻ പറയുന്നു. അതായത് നമ്മുടെ ATM കാർഡിൻ്റെ 4 അക്കമുള്ള സീക്രട്ട് പിന്നാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതപ്പം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് ഇങ്ങനൊരു ഓപ്ഷൻ വരും, കുറേ ഓപ്ഷൻസ് വരും. അതിൻ്റെ അത് ക്യാഷ് വിഡ്രോയൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഫ്രം കറണ്ട് അക്കൗണ്ട് അതുപോലെ ഫ്രം സേവിങ്സ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇവിടെ ഫ്രം സേവിങ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് പറയും നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് വിഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളത് 1000 ആണെങ്കിൽ 1000 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം 1000 തന്നെയല്ല എൻ്റർ ആയതെന്ന് നോക്കിയതിന് ശേഷം യെസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യുന്നത് വൈകുന്നേരം 8 മണിക്കും രാവിലെ 8 മണിക്കും ഇടയിലും അതുപോലെ തന്നെ 10,000 രൂപയ്ക്ക് മുകളിലും വിഡ്രോ ചെയ്യാൻ ഒരു SBI ATM കൗണ്ടറിൽ നിന്ന് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു OTP നിങ്ങളുടെ മൊബൈൽ വരുന്നതാണ്. ആ OTP കൂടി ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഇൻ കേസ് നിങ്ങൾ പകൽ സമയത്താണ് എടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് അനായാസമായിട്ട് ഈ OTPയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ രാത്രിയാണെങ്കിലും 10,000 രൂപ താഴെയാണ് എടുക്കുന്നതെങ്കിലും ഈ OTPയുടെ ആവശ്യമില്ല. അപ്പം അതുപോലെ തന്നെ രാത്രിയാണെങ്കിലും മറ്റേത് ബാങ്കിലും നിങ്ങൾക്ക് OTP ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പൈസ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാധാരണ പകലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ വരില്ല. അപ്പം എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം അപ്പം തന്നെ യുവർ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ പ്രോസസ്ഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാൻ സാധിക്കും. അപ്പം ഇൻ കേസ് പൈസ ഇല്ലെങ്കിൽ ഇവിടെ ഒരു എറർ മെസ്സേജ് ആയിരിക്കും കാണിക്കുക. അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് താഴെ ATMിൽ നിന്ന് പൈസ ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്നും പൂർണ്ണമായിട്ടും മനസ്സിലായെന്നും. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് ഉടൻ വരുന്നത് വരെ ഗുഡ് ബൈ.